നിരാശ കാമുകി. പൊന്നമ്പിളിയുടെ തേജസ്സുണ്ട് തൻ്റെ കാമുകൻ്റെ വദനത്തിന്. ആ കണ്ണുകൾക്കെന്ത് ചന്തമാണ്! ആ പുഞ്ചിരിയൊന്ന് കാണണം, നറും നിലാവ് പോലെ. ഒരു വാക്ക് മിണ്ടിയാലോ ആരും വീണുപോകും ആ ശബ്ദമാധുരിയിൽ. അത്ര വശ്യമാണ് ആ നാദം. താൻ മനസ്സിൽ കണ്ട കിനാക്കളൊന്നും അബ്ദുള്ള അറിഞ്ഞിട്ടില്ല. ഹൃദയത്തിലാണ്ടുപോയ ഈ അനുരാഗവും ആ വീരനായ പുരുഷനറിയില്ല. എത്ര മോഹിനിമാർ അവന് കാമിക്കുന്നു, എത്ര തരുണിമണികൾ അവനെ മാറോട് ചേർക്കാൻ മോഹിക്കുന്നു. പക്ഷേ പാവം ഒന്നുമറിയാത്ത ഒരു കള്ളച്ചിരിയോടെ ആർക്കും പിടികൊടുക്കാതെ എപ്പോഴും കടന്ന് മാറിക്കളയുകയാണല്ലോ. അബ്ദുള്ളയെ മാരനായി കിട്ടിയെങ്കിൽ എന്ന് കൊതിക്കാത്ത ഒരൊറ്റ പെൺകൊടി മക്കത്തില്ല. ആരുമറിയാതെ മനസ്സിൻ്റെ മാണിക്യക്കൊട്ടാരത്തിലെ രാജകുമാരനായി അവരോധിച്ചിരിക്കുകയാണ്. പെൺമക്കളൊക്കെ ആർക്കാണ് നെറുക്ക് വീഴുകയെന്നറിയാതെ ആശങ്കയിലാണവരെല്ലാം. എല്ലാ മാതാപിതാക്കളും ഹൃദയത്തിൽ തങ്ങളുടെ പൊന്നുമക്കൾക്ക് ഭാവി വരനായി അബ്ദുള്ളയെ മനസ്സിൽ നിരൂപിച്ച് വെച്ചിരിക്കുകയാണ് എത്ര പേർ. അബ്ദുള്ളയുടെ പിതാവ് അബ്ദുൽ മുത്തലിബിനോട് നേരിട്ട് ചോദിക്കാൻ ധൈര്യം പോരാ. ആ നാട്ടുമൂപ്പൻ്റെ ജ്വലിക്കുന്ന മുഖത്തേക്ക് നോക്കി കാര്യം പറയാൻ വയ്യ. അതാണിങ്ങനെ നീണ്ടു പോകുന്നത്. ഇപ്പോൾ അബ്ദുള്ളക്ക് കല്യാണം ആലോചിക്കുന്നുണ്ടത്രേ. ആരാണാവോ ആ സൗഭാഗ്യവതി? അബ്ദുള്ളയുടെ കണ്ണിൽപ്പെടാൻ വേണ്ടി പെൺകുടികൾ തിക്കിത്തിരക്കി മത്സരിക്കുന്നൊന്ന് കാണണം. ആ സൂര്യമുഖത്തെ ശോഭ അടുത്ത കാലത്തൊന്നും ഒരാൾക്കുമുള്ളതായി കേട്ടിട്ടില്ല. അത്രയും ചന്തം മക്കത്തെ പുരുഷന്മാർക്കുമുള്ളതായി അറിഞ്ഞിട്ടില്ല. അബ്ദുള്ളയെ ദൈവങ്ങൾക്ക് കാണിക്കയായി കഅബത്തിങ്കൽ വെച്ച് അറക്കാൻ തീരുമാനിച്ചിരുന്നതാണ്. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. 100 ഒട്ടകത്തെ പകരം ബലി അറുത്താണ് ആ സ്വപ്നകാമുകൻ്റെ ജീവൻ പിതാവ് തിരികെ പിടിച്ചത്. അതോർക്കുമ്പോൾ റക്കീഖ എന്ന ഉമ്മു ഖിതാലിൻ്റെ ഉള്ളിൽ ഒരാളൽ പാളി. ഓ, അത് സംഭവിച്ചിരുന്നെങ്കിൽ! മക്കയിൽ 100 കണക്കിന് മനസ്സുനിമാർ വിരഹവേദനയിൽ ആത്മാഹുതി ചെയ്യുന്നത് നേരിൽ കാണാമായിരുന്നു. എന്താണ് ഈ കത്തുന്ന പുരുഷ സൗന്ദര്യത്തിൻ്റെ രഹസ്യമെന്ന് അധികമാർക്കും അറിയില്ല. തൻ്റെ നേരാങ്ങള വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു തന്നതാണ് തനിക്ക്. അതുകൊണ്ട് അബ്ദുള്ളയുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം തനിക്ക് മാത്രമറിയാം. ഈ കുടുംബത്തിൽ നിന്നാണ് ലോകത്തിനൊരു പ്രവാചകൻ ഉണ്ടാകുന്നതത്രേ. അത്യുത്തമ സൃഷ്ടി. ആ തിളക്കമാണ് അബ്ദുള്ളയുടെ പൂവദനത്തിൻ്റെ പ്രകാശപ്പൊരുൾ. താനും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല. കുടുംബമഹിമയും സമ്പത്തും തനിക്കും വേണ്ടുവോളമുണ്ട്. വിധിയുണ്ടെങ്കിൽ തനിക്ക് നല്ല വരനായി അബ്ദുള്ളയെ കിട്ടും. എന്നാലും ശ്രദ്ധിക്കണമല്ലോ. അതിനാണ് ഉമ്മു ഖിതാൽ കഅബയുടെ ചാരെ വന്നിരിക്കുന്നത്. അബ്ദുൽ മുത്തലിബും മോനും ഈ വഴിക്ക് പെണ്ണ് തേടി പുറപ്പെടുന്നുണ്ടെന്ന ഒരു വിവരം, ഒരു രഹസ്യവാർത്ത കിട്ടിയിട്ടുണ്ട്. ഇതറിഞ്ഞ് പലരും ഒളി കണ്ടിട്ട് അബ്ദുള്ളയിലെ പാട്ടിയാക്കാൻ കച്ച കെട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. തൻ്റെ കൂട്ടുകാരിയും പ്രശസ്ത ഗണിതക്കാരിയുമായ ഫാത്തിമ ബിൻത്ത് മുർറ് അബ്ദുള്ളയെ ആഗ്രഹിക്കുന്നതായി തന്നോട് നേരിട്ട് പറഞ്ഞതുമാണ്. താൻ ആദ്യം കേൾക്കുന്ന മട്ടിൽ നിർവികാരയായി നിന്ന് കൊടുക്കുകയായിരുന്നു. തൻ്റെ ഉള്ളിലിരിപ്പ് അവളോട് പറഞ്ഞിട്ടില്ല. ഇനി അവളെങ്ങാനും പാര വെച്ചാലോ? കൂടോത്രക്കാരിയാണ്, തട്ടിയെടുത്താലോ? അബ്ദുള്ളയോടുള്ള അനുരാഗത്താൽ തൻ്റെ മനം തിളച്ചു മറിയുന്നത് ആരറിഞ്ഞു? ഇനി തന്നെ അബ്ദുള്ള സ്വീകരിച്ചില്ലെങ്കിൽ തനിക്ക് സഹിക്കാൻ സാധിക്കുമോ? വരുന്നിടത്ത് വെച്ച് കാണാം. കാര്യം ചോദിക്കണമല്ലോ. അത് നടക്കട്ടെ.
തന്നെ കെട്ടുമോ എന്ന് നേരിട്ടങ്ങ് ചോദിക്കുക തന്നെ. കഅബത്തിലാകുമ്പോൾ ചിലപ്പോൾ അബ്ദുള്ളയെ ഒറ്റയ്ക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിക്കാൻ മാറി നിൽക്കുന്ന നേരം അബ്ദുള്ളയെ സമീപിക്കാം. ഉമ്മു ഹിതാൽ ഒന്നും അറിയാത്ത ഭാവത്തിൽ കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നു. നേർക്കുനേർ ചോദിക്കാൻ നാണമുണ്ട്, പക്ഷേ കാര്യം നടക്കേണ്ടേ? അതിനെന്ത് വേണമെങ്കിലും ചെയ്യാം. അവർ രണ്ടും കൽപ്പിച്ചു തന്നെ. അതാ അബ്ദുള്ള, പൊന്നിൻ്റെ വരവിൻ്റെ ഗമ. മുഖത്ത് പൊന്നമ്പിളിക്ക് കൂടുതൽ ശോഭ തോന്നുന്നുണ്ട്. പെണ്ണു കാണാൻ പോവുകയല്ലേ, അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. സ്വർഗീയ കുമാരൻ തന്നെ. ആ യുവതി ആ അഭൂമ സൗന്ദര്യത്തിൽ ലയിച്ചു നിന്നു. പെട്ടെന്നാണ് തൻ്റെ ലക്ഷ്യമോർത്തത്. ഇപ്പോൾ അബ്ദുള്ള കഅബയുടെ നേരെ നോക്കി കണ്ണടച്ച് നിൽക്കുകയാണ്. മെല്ലെ അടുത്തു ചെന്നു. തരളിതയായ മുഗ്ധഭാവത്തിൽ പതുക്കെ ചോദിച്ചു. കാമുകൻ കണ്ണ് തുറന്നു. നാണത്തിൻ്റെ ഇളം ചുമപ്പുള്ള റോസാപ്പൂക്കൾ ആ കണ്ണാടിക്കവിളുകൾക്ക് ചായമേകി. ആ ചുരുണ്ട കുറുനിരകൾ ആമോദക്കാറ്റിൽ ഊയലാടി. ഞാൻ ബാപ്പായുടെ കൂടെ അർദ്ധോക്തിയിൽ നിർത്തിക്കളഞ്ഞു. അബ്ദുള്ള, എനിക്കറിയാം, പെണ്ണ് കാണാനല്ലേ. 100 ഒട്ടകങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ബലി കളഞ്ഞില്ലേ? ആ പണം പെൺവീട്ടുകാർ തരുമോ? ഞാനിത് തരട്ടെ, സ്വീകരിക്കുമോ? എന്തിനു പകരം? അബ്ദുള്ള കണ്ണു വിടർത്തി. താങ്കളെ എനിക്ക് നൽകൂ. അതിന് പകരം? അയ്യോ, അതു പറ്റില്ലല്ലോ. ഞാൻ ബാപ്പായുടെ കൂടെ ഒരു കാര്യത്തിനിറങ്ങിയിരിക്കുകയല്ലേ. ഒഴിഞ്ഞുമാറാനുള്ള തത്രപ്പാട്. ഇതിനു വേണ്ടി തന്നെയല്ലേ നിങ്ങളുടെ യാത്ര? ഏതൊരു പെൺകുട്ടിയും നോക്കുന്നതിനേറെ ഞാനെൻ്റെ പൊന്നിനെ നോക്കാം, മരണം വരെ. യാതൊരു നിവൃത്തിയുമില്ല. ബാപ്പാക്ക് മറ്റെന്തോ ലക്ഷ്യമുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ സംസാരിച്ചു നിൽക്കാൻ നേരമില്ല. എന്നാൽ ഞാനൊന്ന് പറയട്ടെ. ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും എനിക്ക് തരൂ. ഞാൻ എൻ്റേതെല്ലാം അങ്ങയുടെ കാൽക്കൽ സമർപ്പിച്ചു കൊള്ളാം. ബാപ്പയോട് പറഞ്ഞ് ഇന്നത്തെ യാത്ര നാളേക്ക് മാറ്റിവെക്കൂ. ദയവ് ചെയ്ത് എന്നെ നിരാശയാക്കരുത്. ഈ ഒരൊറ്റ രാത്രി മതി. അവൾ കരച്ചിലിൻ്റെ വക്കത്തെത്തിയിരുന്നു. ബാപ്പായുടെ ഇഷ്ടത്തിനപ്പുറം തന്നിൽ മറ്റൊരു ഇഷ്ടവുമില്ല. അതിനാൽ കടുപ്പിച്ചു തന്നെ പറയേണ്ടി വന്നു. നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പോൾ ഞാൻ പോയി വരട്ടെ. കരൾ ചതഞ്ഞറിഞ്ഞ പോലെ തോന്നി. തലക്ക് കൈകൊടുത്ത് നിലത്തിരുന്നു പോയി. അബ്ദുള്ളയും താതനും നടന്നു മറഞ്ഞു, കൂട്ടുകാരെപ്പോലെ. ഒരു വൈകുന്നേരം അബ്ദുള്ള തൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നു. ആരുമില്ല. വിജനമാണ് പരിസരം. നല്ല തക്കം. ഇപ്പോൾ വേണമെങ്കിൽ അബ്ദുള്ളയെ കടന്നു പിടിക്കാം, തൻ്റെ വരുതിയിലാക്കാം. പക്ഷേ അബ്ദുള്ളയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒന്നിനും തോന്നിയില്ല. ജ്വലിച്ചു നിന്നിരുന്ന ആ വദനപ്രകാശം കെട്ടുപോയിരിക്കുന്നു. മക്കത്തെ യുവാവിൻ്റെ ചന്തമുള്ള ഒരു മുഖം, അത്രയേ തോന്നിയുള്ളൂ. ഒരു വികാരവും തോന്നിയില്ല. തനിക്കിതെന്ത് പറ്റി? എത്ര രാത്രി ഓർത്തു കിടന്ന സൗന്ദര്യധാമമാണീ കയ്യകലത്ത്. നിരവധി നിശകൾ തലയണമർത്തിപ്പിടിച്ച് മോഹക്കിനാക്കൾ കണ്ട് മയങ്ങിയ കാമഗന്ധർവനാണീ തൊട്ടടുത്ത്. എന്താണീ നിർവികാരതയുടെ കാരണം? ഉത്തരമെന്നോണം ലോഹ്യഭാവത്തിൽ അബ്ദുള്ള പറഞ്ഞു. ഞാനേ ആ പോക്ക് പോയി. ഒരു പെണ്ണ് കെട്ടി. ബനു സുഹറയിലെ വഹബിൻ്റെ മോൾ ആമിനയെ. അവരവിടെ കുറച്ചു ദിവസം പിടിച്ചു നിർത്തി. അപ്പോൾ അതാണ് കാര്യം. പ്രവാചക പ്രകാശം മറ്റൊരു സ്ത്രീയിൽ നിക്ഷേപിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തിനാണ് തനിക്കയാളെ? എങ്കിൽ ശരി, പിന്നീട് വരൂ. എനിക്ക് നല്ല തലവേദന. നമുക്ക് പിന്നെ സംസാരിക്കാം. നിരാശയോടെ ആ കാമുകി പിറുപിറുത്തു.
തന്നെ കിട്ടാനെന്തും ചെലവഴിക്കാമെന്ന് പറഞ്ഞ സുന്ദരിപ്പെണ്ണിൻ്റെ അവഗണന കണ്ടപ്പോൾ അബ്ദുള്ള തലയും താഴ്ത്തി ഇറങ്ങിപ്പോയി.